ഒരു തുടർച്ചയാണ്. ശരിക്കും യേശുക്രിസ്തുവിന്റെ സഭ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം സ്വർഗമുണ്ട്, അവിടെ എല്ലാം ത്രിത്വമുണ്ട്, അവിടെ എല്ലാം പരിശുദ്ധാത്മാവുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് യേശുക്രിസ്തുവിന്റെ സഭയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ സഭ, തിരുസഭ പരിശുദ്ധാത്മാവിന്റെ വീടാണ്. വിശുദ്ധ ഇറനേവൂസ് ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധം പോലെയാണ് സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം. ഈ ശരീരത്തിൽ എവിടെ ജീവൻ സ്ഥിതി ചെയ്യുന്നത്? ശിരസ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളിലും ജീവൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുപോലെ മാമോദീസ മുങ്ങിയ വ്യക്തികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവുണ്ട്, അവിടെ എല്ലാം കർത്താവിന്റെ സഭയുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാമോദീസ മുങ്ങിയ ഒരു വ്യക്തി എവിടെ പോയാലും അവിടെ കർത്താവിന്റെ സഭയും കർത്താവിന്റെ സാന്നിധ്യവും സ്വർഗീയ സൈന്യങ്ങളുടെ സാന്നിധ്യവും കർത്താവ് അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മുടെ കൂടെ വലിയൊരു സൈന്യം, വലിയൊരു വ്യൂഹം മൂവ് ചെയ്യുന്നുണ്ട്. മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്, സ്വർഗീയമായൊരു സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്, യേശുവിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവവചനത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ മേൽ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 തൊട്ട് 23 വരെ വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നതാണ്: ഒരു ദിവസം രാവിലെ എലീഷ പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ ദൈവത്തിന്റെ ആ ദാസനെ പിടികൂടാൻ വേണ്ടി വലിയൊരു ശത്രു സൈന്യനിര ആ മലയ്ക്ക് ചുറ്റിനും അണിനിരന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഇത് കണ്ട് ഭയന്ന് നിലവിളിച്ചു. അവൻ പറഞ്ഞു: അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു: ഭയപ്പെടണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു: കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീഷയ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ എലീഷ ഒരു വ്യക്തി ആ മലയിലുണ്ട്. ആ വ്യക്തിക്ക് ചുറ്റും ഒരു വ്യക്തിയോ 2 വ്യക്തിയോ അല്ല, വലിയ ഒരു സൈന്യ വ്യൂഹം ആ വ്യക്തിക്ക് ചുറ്റുമുണ്ട്. മാലാഖമാരൊരു വ്യൂഹം ആ വ്യക്തിക്ക് ചുറ്റുമുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. കർത്താവ് പറയാണ്: ഒരു വ്യൂഹം മാത്രമല്ല, ഞാൻ തന്നെ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. അതിന്റെ മധ്യത്തിൽ ഞാൻ അതിന്റെ മഹത്വമായിരിക്കും. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി മുദ്ര ചെയ്ത് മാമോദിസയുടെ മുദ്രയാൽ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ വിശുദ്ധ തൈലത്താൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്ഥലം, ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് വേർതിരിച്ച ഒരു സ്ഥലമോ വ്യക്തിയോ ആകട്ടെ, അതിന് ചുറ്റിലും ദൈവം അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട. അഗ്നി കൊണ്ടൊരു കോട്ട ഞാൻ നിനക്ക് വേണ്ടി തന്നേക്കാം എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ അതിന് ചുറ്റിനും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. ദൈവം പറഞ്ഞ ഉറപ്പാണത്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം. സങ്കീർത്തനം 34-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിന്റെ ഭക്തരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച്. പാളയമടിക്കാന്ന് പറഞ്ഞാൽ എത്ര പേരാ? 5 പേരാ 10 പേരാണെങ്കിൽ അതിന് പാളയമടിക്കാന്ന് പറയോ? പാളയമടിക്കണമെങ്കിൽ അസംഖ്യം സൈന്യം, അസംഖ്യം ആളുകൾ ഉണ്ടെങ്കിലാണ് പാളയമടിക്കുക എന്ന് പറയുള്ളൂ. അപ്പൊ കർത്താവിന്റെ വേണ്ടി വേർതിരിച്ച്, ദൈവത്തിന് വേണ്ടി മുദ്രിതമായി വേർതിരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിക്ക് ചുറ്റും ദൈവദൂതന്മാർ പാളയം അടിച്ച് വസിക്കുക. അത്രയും വലിയ സാന്നിധ്യം അങ്ങനെയുള്ള മാമോദിസ മുങ്ങിയ ഒരു വ്യക്തിക്ക് ചുറ്റിലുമുണ്ട്. സ്വർഗം ആ വ്യക്തിക്ക് ചുറ്റിലും, പിതാവായ ദൈവം, ദൂതന്മാർ, ആഗ്നേയ രഥങ്ങൾ, കുതിര, സ്വർഗീയ സൈന്യനിരകൾ
ആ വ്യക്തിക്ക് ചുറ്റും. ഒന്നോ രണ്ടോ അല്ല, അസംഖ്യം മല നിറയെ ചുറ്റിനും ആഗ്നേയരഥങ്ങളും കുതിരകളും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നീങ്ങുമ്പോ ഒരു വ്യക്തി അല്ല നീങ്ങുന്നത്. നമ്മൾ നീങ്ങുമ്പോ ഒരു വലിയ വ്യൂഹമാണ്, ഒരു സൈന്യമാണ്, ഒരു സ്വർഗീയ ഒരു തേജോ വലയമാണ് ഒരു വിശ്വാസി നീങ്ങുമ്പോ നീങ്ങുന്നത്. അത്രയും ശക്തിയുടെ ഒരു സന്നാഹം അദ്ദേഹത്തിന് ചുറ്റിലുമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി തന്റെ ഈ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കി ഉണർന്ന് ജീവിതത്തെ ദൈവത്തിന് യോഗ്യമായ വിധം രൂപപ്പെടുത്തി ഒരു വിശുദ്ധ പാത്രമായി ജീവിച്ചാൽ ആ വ്യക്തിയെ പോലെ സൗഭാഗ്യവാനായി നല്ല സന്തോഷത്തിന്റെ ഉടമയായി ഈ ഭൂമിയിൽ വേറെ ആരും ഉണ്ടായിരിക്കില്ല. കാരണം അത്രയും ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിക്ക് ചുറ്റിലും കർത്താവ് വാക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ മക്കളുടെ പേരാണ് കർത്താവിന്റെ ജനം. കർത്താവിന്റെ ജനം, നമ്മളത് മനസ്സിലാക്കണം. ആ പേര് തന്നെ നോക്കുക, കർത്താവിന്റെ അജഗണം, കർത്താവിന്റെ ജനം, കർത്താവിന്റെ മൗതിക ശരീരം, കർത്താവിന്റെ മന്ദിരം, കർത്താവിന്റെ ആലയം. ഇങ്ങനെയുള്ള വാക്കുകളാണ് കർത്താവിന്റെ സഭാ മക്കളെ, തിരുസഭാ മക്കളെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവവചനവും സഭയും ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ ജനം പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ലോകത്തോട് വേർപാട് ആചരിച്ച് ദുഷിച്ച മാർഗങ്ങൾ ഉപേക്ഷിച്ച് അശുദ്ധിയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് അന്ധകാര വഴികൾ പിശാചിന്റെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ദൈവവചനപ്രകാരം വിശുദ്ധ ജീവിതത്തിലേക്ക് വേർതിരിയുന്നതിന് വിലയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ വരുമ്പോ അവർക്ക് ഉന്നതത്തിൽ നിന്ന് സഹായം വേഗമെത്തും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോ ദൈവം അടുത്ത് വരിക. കുറച്ചു കഴിയുമ്പോൾ ദൈവം പറയുന്നത്, നീ വിളിച്ചപേക്ഷിക്കാൻ വേണ്ട, നീ വെറുതെ കൈയൊന്ന് ഉയർത്തിയാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവുന്ന പറയണത്. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവിടെ ദൈവം പറയാണ്, വിളിച്ചപേക്ഷിക്കുന്ന ആവശ്യമില്ല, നീ അങ്ങോട്ട് തീരുമാനം എടുത്ത് അങ്ങോട്ട് നടന്നാ മതി, നിന്റെ കൂടെ ദൈവം മൂവ് ചെയ്യാൻ തുടങ്ങും. പുറപ്പാട് 14-15 വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ ജനതയുടെ പ്രത്യേകതയാണ്, ഈ ജനതയ്ക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വില തിരിച്ചറിയണം. ഈ ജനതയ്ക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈ കോണ്ടക്സ്റ്റ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ലക്ഷോപലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ മോശ കാനാനിലേക്ക് കൊണ്ടുവരികയാണ്. ചെങ്കടൽ തീരത്ത് വന്നു. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ മുന്നോട്ടും പുറകോട്ടും നീങ്ങാൻ നിവൃത്തിയില്ലാതെ മുമ്പിൽ ചെങ്കടല്, പുറകിൽ ഇവരെ വീണ്ടും പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഈജിപ്ഷ്യൻ സൈന്യം. അങ്ങനെ ഈജിപ്ഷ്യൻ സൈന്യം ഇവരുടെ നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ അതിന്റെ ഇടയിൽപ്പെട്ട ജനം മുഴുവനും ഭയവിഹുലരായി നിലവിളിച്ച് പറഞ്ഞു, ഇവരെന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ മരുഭൂമിയിലോട്ട് കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നിലവിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിലവിളിച്ചതിന് ശേഷം ഇവര് മോശയ്ക്ക് അപ്പോ ഇതെല്ലാം കണ്ട് ജന നേതാവായ മോശ ഹൃദയം തകർന്നു. മോശ പൊട്ടിക്കരഞ്ഞു, കർത്താവേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് പറയുന്ന രീതിയുണ്ട്. 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുമ്പോട്ട് പോകാൻ ജനങ്ങളോട് പറയുക. നീ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ ആരാന്ന് നീ വിചാരിക്കണേ? നീ വെറും ഡൂക്കിലൊന്നുമില്ല, നീ എന്റെ ആളാ, നീ ദൈവജനത്തിൽപ്പെട്ട ഒരാളാ, നിനക്ക് പവറുണ്ട്, നിനക്ക് നല്ല പ്രത്യേക അഭിഷേകമുണ്ട്. അതുകൊണ്ട് നീ എന്നെ വിളിച്ചിങ്ങനെ കണ്ടിങ്ങനെ ദൈവത്തെ അറിയാത്ത ജാതികൾ കരയണമല്ലെന്ന് കരയരുത്. നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? നിന്റെ പഴയ സ്വഭാവം നീ എന്നെ വിളിച്ച് എന്തിനു കരയുന്നു? മുമ്പോട്ട് പോകാൻ ജനങ്ങളോട് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ ആ വടി കടലിലേക്ക് നീട്ടി
കടല് രണ്ടായി മാറി അവർക്ക് പാതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവമല്ല, ദൈവത്തിന്റെ പോലെ പ്രവർത്തിക്കാൻ മോശേനെ ദൈവം ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വടി നീട്ടി എങ്ങനെ കടൽ രണ്ടായി മാറുന്നു, അതേമാതിരി മോശ വടി നീട്ടുമ്പോൾ കടൽ രണ്ടായി മാറുക. ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന് ജനം ചെയ്ത ഇതുപോലെ സംഭവിക്കും. ഇതൊരു വൈദികൻ ചെയ്താൽ മാത്രമല്ല, യേശു ക്രിസ്തുവിൽ മാമോദിസ മുങ്ങിയ കർത്താവിന്റെ സഭയിൽ അംഗമായ ഏതൊരു വ്യക്തിക്കും ഈ ഒരു അനുഗ്രഹം കർത്താവ് നൽകിയിട്ടുണ്ട്. വിശ്വാസി അത് അറിയണില്ല. സഭയിൽ അംഗമായി സഭയിൽ മാമോദിസം മുങ്ങുന്നതിന്റെ വില മനസ്സിലാക്കണില്ല. സഭയോട് ചേർന്നിരിക്കുന്നതിന്റെ വില മനസ്സിലാക്കണില്ല. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഈ ഒരു കാര്യം അവിടെ പറഞ്ഞു, പിലാത്തറ കണ്ണൂർ കൺവെൻഷനിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ യേശുവിന്റെ നാമം നേരിട്ട് വിളിക്കുക, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, അതിന് അടയാളമായിട്ട് ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ആരെങ്കിലും രോഗിയോട് ഈ കൈ വെക്കാൻ പറഞ്ഞു. അപ്പോ ഒരു ചേട്ടന്റെ കാല് 32 ആണി പെങ്ങൾ അടുത്ത് നിൽപ്പുണ്ട്. പെങ്ങൾ നേരെ ചേട്ടൻ തലയിലേക്ക് കൈവച്ച് വൈകുന്നേരം ചെന്ന് നോക്കുമ്പോ ഒറ്റ ആണിയില്ല. എന്റെ പേര് ലിസി. ഞങ്ങൾ തളിപ്പറമ്പ് പൂവ ഇടവകയിൽ നിന്ന് വരുന്നു. പിലാത്രയെ വെച്ചിട്ട് വട്ടയിലച്ഛന്റെ ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് എന്റെ സഹോദരന് വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കാലിൽ 32 ആണിയോളം ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞാണി. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കാല് മടക്കി വെക്കുന്ന സമയത്ത് ഞാൻ കാലിന്റെ അടിപ്പാദം സഹോദരന്റെ കാലിന്റെ അടി പിടിച്ച് നോക്കുമ്പം ഒറ്റ ആണിയുമില്ല. യേശുവേ, 32 ആണി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സമയത്ത് ആ ആണി എങ്ങോട്ട് പോയെന്ന് അറിയാൻ മേല. ഹല്ലേലൂയ. ഇത് അച്ഛൻ കൈവച്ചോ? എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തോ? ഒന്നും ചെയ്തോ? ഇപ്പൊ അടുത്തുള്ളവർ കൈവെക്കാൻ പറഞ്ഞോളൂ. ആ സമയത്ത് തൽക്ഷണം കാലിൽ 32 ആണി അങ്ങോട്ട് പോയി. അതാണ് ക്രിസ്തുവിൽ മാമോദിസ മുങ്ങി ദൈവജനമായി മാറുന്ന ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി. നമുക്ക് ഓരോ വിശ്വാസിയിലും ഇതുണ്ട്. അതാണ് മോശയോട് പറഞ്ഞത്, നീ എന്തിന് എന്നെ വിളിച്ച് കരയണ്, ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് അലഞ്ഞു തല്ലി കരയാം. ഒരു വിശ്വാസിയുടെ ലെവൽ ഉയർന്ന മാമോദിസ മുങ്ങാത്തൊരു മാമോദിസ മുങ്ങുക, കർത്താവിന്റെ ജനമാകുക, പാപവഴികൾ ഉപേക്ഷിക്കുക, മദ്യപാനവും ചീത്തക്കൂട്ടുകളുടെ എല്ലാ ദുർമാർഗവും അരാജകത്വങ്ങളും ഉപേക്ഷിക്കുക, കർത്താവിന്റെ വചനപ്രകാരം ജീവിതത്തെ വേർപ്പെടുത്തുക, ലോക പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ വേർപ്പെടുത്തുക, കർത്താവിന് യോഗ്യമായ ജീവിതത്തെ സമർപ്പിച്ചിട്ട് നിങ്ങൾ പിന്നെ കടന്നടച്ചതിൽ കരയേണ്ട. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ അവിടെ സംഭവിക്കുകയാണ്. പ്രായഭേദ വ്യത്യാസം 5 വയസ്സുള്ള പറഞ്ഞാലും 10 വയസ്സുള്ള പറഞ്ഞാലും 50 വയസ്സുള്ളത് പറഞ്ഞാലും 90 വയസ്സുള്ളത് പറഞ്ഞാലും അതുപോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവജനത്തിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക, പക്ഷെ പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് എന്നാ പിന്നെ ഒരു കൺസൾട്ടൻ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്ത് വടിയെടുത്ത് അടിക്കുകയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ആ സമുദ്രത്തിനുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടി കൊടുത്തു, അപ്പൊ നേരെയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനത്തെ ഒരു ഉപദ്രവം അലട്ടുമ്പോ ദൈവം അവിടെ വന്ന് ആ ജനത്തിനോട് യുദ്ധം ചെയ്യും. നമ്മുടെ കുടുംബത്തെ ഒരു ഉപദ്രവം അലട്ടിയ ദൈവം അവിടെ വന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഈ പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെ തുടർന്ന് 14-ാം അധ്യായം 19 തൊട്ട് 25 വരെ വാക്യങ്ങള്. ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിമ്പെ പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞ, പുറകിൽ ഈജിപ്ഷ്യൻ സൈന്യം വന്നപ്പോ മുമ്പിൽ പോയിരുന്ന ദൈവദൂതൻ പുറകിൽ വന്നു നിന്നു. ആരും ഇവരെ കയറി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പുറകിൽ വന്നു നിന്നു. മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പുറകിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കൂരാക്കൂരി ഇരുട്ട് നിറഞ്ഞതുകൊണ്ട് ഈ ഇരുട്ടിൽ അവർക്ക് അടുത്ത ആളെ സമീപിക്കാൻ പറ്റാത്ത വിധം ദൈവം അവിടെ ഒരു ബ്ലോക്ക് ഏർപ്പെടുത്തി. ഇനി 24-ാമത്തെ 25-ാമത്തെ വാക്യം, 24-ഉം 25-ഉം വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ഷ്യൻ സൈന്യത്തെ തുറിച്ചു നോക്കി. പരിഭ്രാന്തരാക്കണമെങ്കിൽ അങ്ങനത്തെ നോട്ടം നോക്കണം അല്ലെ? ഒരു വലിയ സൈന്യം മുഴുവനും പരിഭ്രാന്തിപ്പെടണമെങ്കിൽ അത്രയും രൂക്ഷമായ ഒരു നോട്ടം നോക്കണം. അപ്പോ ദൈവം ഈ അഗ്നിസ്തംഭത്തിലൂടെയും മേഘത്തിൽ അവിടെ നിന്നിട്ട്
ഈജിപ്ഷ്യൻ സൈന്യത്തെ തുറിച്ചു നോക്കി. രൂക്ഷമായ ഒറ്റ നോട്ടം ഈജിപ്ഷ്യൻ സൈന്യത്തെ നോക്കി പരിഭ്രാന്തരാക്കി. അവരുടെ രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് സത്യമാണ്. ഇത് ഇന്നും നടക്കും. ഞാൻ നിങ്ങൾ പാപം ഉപേക്ഷിച്ച്, ഹൃദയകാഠിന്യം ഉപേക്ഷിച്ച്, മാത്സര്യം ഉപേക്ഷിച്ച്, അശുദ്ധി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഹൃദയം കർത്താവിന് കൊടുത്ത് കർത്താവിന്റെ പൈതലായി മാറിയാൽ, ദൈവജനമായി മാറിയാൽ, മാമോദീസയുടെ ആ ഒരു വിശുദ്ധിയിലേക്ക് ഉയർന്നാൽ, കുംഭസാരം എന്ന കൂദാശ ശരിക്കും സ്വീകരിച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അവിടെ കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നോക്ക്, മേഘസ്തംഭത്തിലൂടെയും അഗ്നിസ്തംഭത്തിലൂടെയും വന്ന് ജനത്തിന്റെ അവിടെ നിന്നിട്ട് ബാക്കി എതിർ സൈന്യത്തെ നോക്കി പരിഭ്രാന്തരാക്കി അവരെ ബ്ലോക്ക് ചെയ്ത്, ഒരു സൈന്യം, ഒരു വ്യൂഹം, ഒരു കൂട്ടം അടുത്ത കൂട്ടത്തെ സമീപിക്കാതെ ദൈവം അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. ദൈവം അവരെ സംരക്ഷിച്ച ജനത്തെ. പ്രൈസ് ദി ലോർഡ്. അതാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയണത്, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ഇത്രയും വലിയ സംരക്ഷണം ദൈവ പൈതൽ എന്ന നിലയിൽ ഒരു വ്യക്തിക്കുണ്ട്. കർത്താവിന്റെ സഭയിൽ അംഗമാകുന്ന ഒരു വ്യക്തിയെ ദൈവിക സംരക്ഷണം വലയം ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം, ദൈവ പൈതൽ എന്ന സ്ഥാനം കളഞ്ഞു കുളിച്ച് ഞാൻ നിങ്ങൾ പാപത്തിന്റെ കനി ഭക്ഷിച്ച് പറുദീസയിൽ നിന്ന് പുറത്തായ ആദത്തെ ഔവ്വയും പോലെയാണ് ഇന്നിരിക്കണമെന്ന് ഓർത്തോ. എന്ന് ഞാൻ നിങ്ങൾ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ദൈവജനമായി, ദൈവ പൈതലായി മാറാൻ ആഗ്രഹിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, പിതാവേ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവ് കർത്താവ് സ്വീകരിക്കുന്നു പറഞ്ഞ് മാമോദിസ മുങ്ങി ദൈവത്തിന്റെ പൈതലായി മാറുന്നോ? മാമോദിസ മുങ്ങിയവർ അതിന്റെ അനുസരിച്ച് ആ ഡിഗ്നിറ്റിയിൽ, വിശുദ്ധിയിൽ, ദൈവത്തിന് യോഗ്യമായ വിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മുമ്പേ നടന്ന് നിങ്ങളുടെ കർത്താവ് പ്രവർത്തിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം കർത്താവിന്റെ പൈതലായി മാറിയ സംഭവം. അവർ ഓസ്ട്രേലിയയിൽ നിന്ന് ധ്യാനം കൂടിയ കുടുംബമാണ്. 82 വയസ്സ് പ്രായമുള്ള അപ്പൂപ്പൻ ദൈവത്തോട് മത്സരിച്ച് ദൈവമാർഗത്തിൽ നിന്ന് അകന്ന് 52 വർഷമായി പള്ളി പോകാതിരിക്കുകയാണ്. അങ്ങനെ പള്ളി പോകാതിരിക്കുമ്പം ഈ കുമ്പസാരിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ ഈ ചേട്ടൻ ഒരു തുള്ളി കുറച്ച് വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് ആ വീട്ടിൽ കൊടുത്തു. കർത്താവ് പ്രകടമായ ആ കുടുംബത്തിലേക്ക് ചെന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച് മാനസാന്തരം അസാധ്യമാകുന്ന വിധം പിശാച് കെട്ടിയിട്ടിരുന്ന കുടുംബാംഗത്തെ കർത്താവ് നേരിട്ട് അഴിച്ചുവിട്ട് സ്വതന്ത്രമാക്കി. എന്റെ പേര് സജി മാത്യു, വൈഫിന്റെ പേര് ഉഷസ് മാത്യു. 2 മക്കള്. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്. ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എന്റെ വൈഫിന്റെ നാത്തൂന്റെ അപ്പച്ചന് ഒരു മാനസാന്തരം ലഭിച്ചതിന്റെ സാക്ഷ്യമാണ്. 52 വർഷമായിട്ട് അപ്പച്ചൻ പള്ളിയിൽ പോവുകയോ സഭാപരമായ തിരുക്കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കുകയോ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അപ്പച്ചനിപ്പോ 82 വയസ്സുണ്ട്. 30 വയസ്സുള്ളപ്പം ഇടവക വികാരിയച്ഛനുമായിട്ടെന്തോ ചെറിയൊരു ഇതിൽ പിന്നെ പള്ളിയിൽ പോകാതെ അങ്ങനെ സഭയോട് ഒരു വിരോധമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. 2013 ജനുവരി 27 ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ 5 ദിവസത്തെ ധ്യാനത്തിൽ സംബന്ധിച്ചായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് വെഞ്ചരിച്ച ആനാമ്പള്ളവും വെഞ്ചരിച്ച എണ്ണയും ലീവ് കുറവായിരുന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ച് ആ അപ്പച്ചന്റെ വീട്ടിൽ പോകാൻ ദൈവം അതിനൊരു ക്രമീകരണം ഒരുക്കി തന്നു. ഞങ്ങൾ അവിടെ പോവുകയും ഈ വെഞ്ചരിച്ച ആനാമ്പള്ളവും എണ്ണയും അപ്പച്ചന് കൊടുക്കുകയും ജപമാലയും കൊടുത്തു അല്ലേ? ജപമാലയും കൊടുത്തു. അതെ, ജപമാലയും കൊടുത്തിരുന്നു. അവിടുത്തെ അമ്മച്ചി അത് അപ്പച്ചനെ നെറ്റിയാൽ തൈലം എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളും പ്രാർത്ഥിച്ചു. ഞങ്ങള് തിരിച്ചു പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം. അതിനുശേഷം അപ്പച്ചൻ കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇപ്പോൾ അമ്മച്ചിയോടൊപ്പം
എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല എത്തിക്കുന്നു, കുരിശിന്റെ വഴി എത്തിക്കുന്നു. അപ്പച്ചന് ഒരു സൈഡ് ഫുള്ള് സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുകയാണ്. ഇവിടെ വരണമെന്ന് അപ്പച്ചന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സ്ട്രോക്ക് 82 വയസ്സായി. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൊണ്ടിട്ടാണ് വരാതിരിക്കുന്നത്. ഇപ്പം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡെയിലി പള്ളിയിൽ പോവുക, ഡെയിലി 3 മണിക്ക് എഴുന്നേൽക്കുക, പ്രാർത്ഥനകളിൽ എത്തിക്കുക, 6:45 കാത്തിരിക്കും പള്ളിയിൽ പോകാൻ വേണ്ടി. എന്നിട്ട് രണ്ടും കൂടെ കൂടി ഒരുമിച്ച് 82 വയസ്സുള്ള അപ്പൂപ്പനും 80 വയസ്സുള്ള അമ്മൂമ്മയും കൂടെ കൂടി രണ്ടും കൂടെ കൂടി മണവാളന് മണവാട്ടിയായിട്ട് അങ്ങനെ പള്ളിയിലെത്തും. കുർബാന അത് പണ്ടൊന്നും ശരിക്കുള്ള പ്രായത്തൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നിച്ച് പള്ളിയിൽ പോകാൻ അവസരം കിട്ടി. നോക്ക് പിശാചിനെ കർത്താവ് ഒഴിപ്പിച്ചത് കണ്ട. എന്തോ ഒരു 30-ാമത്തെ വയസ്സിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. 52 വർഷം പള്ളിയിൽ പോകാതിരുന്ന ആ കുടുംബത്തിലെ പിശാചിനെ ഒഴിപ്പിക്കാൻ വേറെ അച്ഛൻ പോയി വഞ്ചരിക്കൊന്നും ചെയ്തില്ല. ധ്യാനം കൂടി ഹൃദയം കർത്താവിന് കൊടുത്ത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തീരുമാനം എടുത്ത ഒരു ദൈവ പൈതൽ കുറച്ച് വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് വീട്ടിൽ കൊടുത്തോളൂ. അതിലൂടെ കർത്താവ് ആ കുടുംബത്തെ വിടുവിക്കുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇത്രയും വലിയ ഡിഗ്നിറ്റി ഉണ്ട്. മാത്രമല്ല കർത്താവ് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. സക്കറിയയുടെ പുസ്തകം 9-8 വാക്യം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരും കയറി ഇറങ്ങി നടക്കാതെ, ഒരു ദുഷ്ടപിശാചും ഒരു തകർച്ച ശക്തിയും ഒരു പരാജയ ശക്തിയും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഇനി ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ദൈവം സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു ജനമാണിത്. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ, അന്ന് തൊട്ട് ദൈവം നമുക്ക് മുമ്പേ നടന്ന് പ്രവർത്തിക്കും. രാത്രിയും പകലും ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലെ ഉണ്ടായിരിക്കും. ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സഭയിൽ അംഗമാകുന്ന വ്യക്തിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനമാണ് കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ പ്രൊട്ടക്ഷൻ, കർത്താവിന്റെ സംരക്ഷണം. വിശ്വാസിയുടെ ഡിഗ്നിറ്റി മനസ്സിലാക്കണം. അവിടെ ഇവിടെ കരഞ്ഞോണ്ടിരുന്നൊരു കാര്യമില്ല, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല. വിശ്വാസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനം എന്ന നിലയിൽ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതിൽ താഴ്ത്തിക്ക് പോകുന്നതാണ് ഈ മദ്യപാനവും ഈ കൂട്ടുകെട്ടും ഈ നടപ്പും ഈ ഓട്ടവും ഈ ബഹളവും ഈ വാശിയും ദേഷ്യവും വൈരാഗ്യവും. ഈ ജീർണത എല്ലാം അങ്ങോട്ട് കളയുക, ആ ജീർണ വസ്ത്രം അങ്ങോട്ട് മാറ്റുക. പിന്നെ ദൈവത്തോട് കൂടെ ഒരു നടപ്പും ഒരു ജീവിതം ഉണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് സാധാരണക്കാർ ഇന്ന് ദൈവത്തോട് കൂടെ ജീവിക്കുന്നുണ്ട്. ചെറുപ്പക്കാരും കുട്ടികളും മുതിർന്നവരും. എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ തുടർന്ന് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്.